ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നു, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. Amen.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു. Amen.
And through us spreads in every place the fragrance that comes from knowing Him. For we are the aroma of Christ to God among those who are being saved and among those who are perishing. To the one fragrance from death to death, to the other fragrance from life to life. Who is offensive of these things? For we are not brothers of God's words like so many. But in Christ we speak as persons of authority, as persons sent from God and standing in His presence. Are we beginning to commend ourselves again? Surely we don't need to, as some do. Letters of recommendation to you and from you do we. You yourselves are letters written in our hearts, to be known and read by all. And you show that you are a letter of Christ, prepared by us, written not over ink, but with the Spirit of living God, not on tablets of stone, but on tablets of human hearts. Such as confidence that we have in Christ towards God. Not that we are confident of ourselves to claim anything as coming from us. To compete is from God, who has made us competent to our ministers of the new command, not of letter for a spirit. For the letter kills, but the Spirit gives life. Now if the misery of death kills in the letters on certain tablets, came in glory so that the people of Israel will not place their eyes on His face. Because of the glory of His face, a glory now set aside. How much more will the misery of the Spirit come in glory? For if there is, for in the glory, there was glory and misery of commendation, much more does misery of justification found in glory. Amen. ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ അറിയിക്കണേ, കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ജീവനുള്ള പ്രഖ്യാപനമായ നമ്മുടെ കർത്താവേ യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിക്കുന്ന വിശുദ്ധ മത്തായി ശ്ലീഹായുടെ രക്ഷാ സുവിശേഷത്തിൽ നിന്ന് ിച്ച് ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവം രക്ഷിതാവുമായ യേശുമിശിഹായുടെ മനുഷ്യാവതാര വ്യാപാര കാലങ്ങളിൽ ഇവ ഇപ്രകാരം സംഭവിച്ചു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 5 മുതൽ 12 വരെയുള്ള വേദഭാഗം. ശിഷ്യന്മാർ ഗലീലാക്കരയ്ക്ക് പോകുമ്പോൾ അപ്പം കൂടി എടുക്കുവാൻ മറന്നുപോയിരുന്നു. അവനവരോട്, നോക്കൂ, പരീശന്മാരുടെയും സാധുക്കളുടെയും പുളിച്ച മാവിനെ സൂക്ഷിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞു. അപ്പം എടുക്കാത്തതിനാലാണെന്ന് അവർ ഉള്ളിൽ വിചാരിച്ചു. യേശു തമ്പുരാൻ നിറഞ്ഞവരോട് പറഞ്ഞത്, അല്പവിശ്വാസികളെ,
അപ്പം എടുക്കാത്തതിനാലാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് എന്തുകൊണ്ട്? ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായില്ലയോ? 5000 പേരുടെ അച്ചട്ടത്തെ നിങ്ങൾ ഓർക്കുന്നില്ലയോ? എത്ര കുട്ടകൾ മിച്ചമെടുത്തു? 4000 പേരുടെ ആയിരത്തെ നിങ്ങൾ ഓർക്കുന്നില്ലയോ? എത്ര കുട്ടകൾ മിച്ചമെടുത്തു? പരീശരുടെയും സാധുക്കളുടെയും കുളിച്ച മാവിനെ സൂക്ഷിച്ചുകൊള്ളണമെന്ന് ഞാൻ പറഞ്ഞത് അപ്പത്തെ കുറിച്ചല്ലെന്ന് നിങ്ങൾ ഗ്രഹിക്കാത്തത് എന്താണ്? പരീശന്മാരുടെയും സാധുക്കളുടെയും ഉപദേശത്തെ അല്ലാതെ അപ്പത്തിനുള്ള പുളിച്ചമാവിനെ സൂക്ഷിച്ചുകൊള്ളുവാനല്ല അവൻ പറഞ്ഞതെന്ന് അപ്പോൾ അവർക്ക് മനസ്സിലായി. പാർക്കുമോ നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഭവിക്കട്ടെ. അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രഭയിക്കുകയും ചെയ്യും മാഞ്ഞുപോകാത്ത നല്ല ഉന്നതി സദാ നീലോടുവിടാതെ കരയിക്കുവാൻ അടിയങ്ങളയോഗ്യനായി തീരണമേ. ശ്ലീലാമരത്തിന്മേൽ സ്വയം അർപ്പിക്കുകയും ഞങ്ങൾക്ക് വേണ്ടിയുള്ള ബലിയാൽ ഞങ്ങൾക്ക് പാപമോചനം നൽകുകയും തന്റെ മരണത്താൽ ഞങ്ങളെ ജീവിപ്പിക്കുകയും തന്റെ പുനരുത്ഥാനത്താൽ ഞങ്ങളെ ഉയർപ്പിക്കുകയും സ്വർഗാരോഹണം ചെയ്ത് തന്നോടൊപ്പം ഞങ്ങളെ കയറ്റുകയും ചെയ്തവരുമായ സ്വീകാര്യ കുർബാനയായ കർത്താവേ, നിനക്ക് നിന്റെ പിതാവും നിന്റെ പരിശുദ്ധാത്മാവും ദൈവികമായ സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഇടിയങ്ങളെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും അവിടുത്തേക്ക് യോഗ്യമാകുന്നു. സ്വതഹായ ഭയങ്കരമായ വിശുദ്ധ കുർബാന മുമ്പാകെ ബഹുമാനപ്പെട്ട ആചാര്യങ്ങളാൽ വയ്ക്കപ്പെട്ടിരിക്കുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നതുമായ ദൈവമായ കർത്താവേ, സ്നേഹപൂർണമായ നിന്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ എന്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകല ജനങ്ങളുടെ പാപങ്ങളെയും മായിച്ചു കളയണമേ. ഉത്തമനേ, ദൈവത്തോ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ ഓർക്കണമേ. എന്റെ കർത്താവേ, നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കളുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും മഹത്വമുള്ള നിന്റെ വിശുദ്ധ സഭയുടെ പ്രജകളായ സകല മരിച്ചുപോയവരുടെയും ആത്മാക്കളെ നീ ഓർക്കണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ.
അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്ന പനിനീർ തളിക്കണമേ. കർത്താവും മഹത്വത്തിന്റെ നാഥനുമായ മെസ്സിയ രാജാവേ, ഞങ്ങൾക്കും ഓർക്കും നീ വിമോചകനും വിമോചനവുമായിരിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരവരണമേ. ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിക്കുവാൻ വന്നു ചേരണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, സകല കഠിന ശിക്ഷകളും ദയാപൂർവം ഞങ്ങൾ നീക്കി മായ്ച്ചു കളയണമേ. കർത്താവേ, കോപവടികളെ ഞങ്ങൾ കരുണാപൂർവം തടുത്ത് മാറ്റിക്കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്തിന് പ്രീതികരവുമായ ക്രിസ്തീയ അന്ത്യം ഞങ്ങൾക്ക് നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കി തീർക്കണമേ. ഞങ്ങളെപ്പോഴും എപ്പോഴും എന്നേക്കും നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഓശോ അബകുല ദൈവമായ കർത്താവേ, ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ദിവ്യബലി അനുഷ്ഠിക്കപ്പെടുന്ന ഈ സമയത്ത് നിന്റെ ബലിപീഠത്തിന്റെ സന്നിധിയിൽ വന്നുകൂടി നിന്റെ മഹാകരുണകൾക്കായി പ്രതീക്ഷിച്ചു നിൽക്കുന്ന നിന്റെ ദാസന്മാരെയും ദാസികളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. നിന്റെ വിശുദ്ധാത്മ നൽവരം ഇവർക്ക് നൽകണമേ. നിന്റെ വിശുദ്ധ ശരീരവും പാപപരിഹാരപ്രദമായ രക്തവും അനുഭവിക്കുവാൻ ഇവർ യോഗ്യരായി തീരത്തക്കവണ്ണം ഇവരുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും അവിടുന്ന് ശുദ്ധീകരിക്കണമേ. ആത്മീയ ആയുധം ഇവരെ ധരിപ്പിക്കണമേ. സ്നേഹവും ഐക്യബന്ധവും ഇവരെ അറിയിക്കണമേ. ഇവരുടെ ഇടയിൽ സമാധാനവും ശാന്തിയും വാഴുമാറാകണമേ. ശിക്ഷകളിൽ നിന്നും കോപവടികളിൽ നിന്ന് ഇവരെ രക്ഷിക്കണമേ. നിന്റെ വിശുദ്ധ സ്ലീബായാൽ ഇവരെ കാത്തുകൊള്ളണമേ. നിന്റെ രണ്ടാമത്തെ വരവിൽ നിന്റെ വലതുഭാഗത്തെ ശ്രേഷ്ഠമായ നിലയ്ക്ക് ഞങ്ങളെ ഞങ്ങളുടെ വാങ്ങിപ്പോയവരെയും യോഗ്യരാക്കി തീർക്കണമേ. ഞങ്ങളും അവരും നിനക്ക് നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ഓശോ അബകുല ദൈവത്തിന് കടങ്ങൾ പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലൊന്നും നീക്കുന്ന കൈക്കൊള്ളപ്പെടുമാറാകട്ടെ. ബലഹീനനും പാപിയുമായ ദാസനാവുന്ന ഞാൻ എന്റെ ദൈവത്തോട് ഇപ്രകാരം കീർത്തിച്ച് തുള്ളുന്നു. ബഹുമാനപ്പെട്ട
മരണപ്പെടുവാൻ നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സർവ്വത്തെയും ജീവിപ്പിക്കുന്ന നീ ശാന്തിയും സമാധാനവും സ്നേഹവും കരുണയുടെ ഉറവിടമാകുന്നു. എന്റെ കർത്താവേ,
നിന്റെ പരിശുദ്ധ സഭയ്ക്ക് സമാധാനം നൽകണമേ. കൃപയോടെ നീ ലോകത്തെ കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഓശോ വബുക്കുല സുബാലവൽമീ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നിന്റെ ദാസരും ആരാധകരുമായവരെ അനുഗ്രഹപൂർണമായ നിന്റെ വലത്തെ ആസ്വദിച്ച് ആശീർവദിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഓശോ വബുക്കുല സുബാലവൽമീ. കർത്താവേ, നിന്റെ ഇടവകയുടെ പാപങ്ങൾക്കും ദോഷങ്ങൾക്കും വേണ്ടി രക്താർപ്പണമില്ലാത്ത ഈ ആത്മീയ ബലി നിനക്കർപ്പിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. ഞങ്ങളുടെ കൽപ്പന ലംഘനങ്ങളെ നീക്കി വായിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഓശോ വബുക്കുല സുബാലവൽമീ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് മശിഹാ തമ്പുരാൻ ഇരിക്കുന്ന സ്ഥാനത്ത് ആയിരിക്കണം. ഭയഭക്തിയോടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. മാലാഖമാരും ഋഷിമാലാഖമാരും ക്രോബേമാരും ശ്രോപ്പന്മാരും മോറോസേന്മാരുമായി അദൃശ്യനും അസഹ്യനുമായ സ്വർഗീയ ഗണങ്ങളും കൂട്ടങ്ങളും
സേനകളും അടങ്ങാത്ത വായുകളോടും അവർണ്ണനീയമായ ശബ്ദങ്ങളോടും കൂടി വിജയസ്തുതികൾ പാടി പുകഴ്ത്തി മഹത്വപ്പെടുത്തുന്നവനെ നമുക്കും മഹത്വപ്പെടുത്താം. സ്നേഹം മൂലം നമുക്ക് വേണ്ടി ശരീരം നൽകുകയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മനസ്സോടെ സ്വയം താഴ്ത്തുകയും ശരീരത്തിൽ കഷ്ടത അനുഭവിക്കുകയും ചെയ്ത നമ്മുടെ കർത്താവ് തന്റെ കഷ്ടാനുഭവങ്ങളുടെ രാത്രിയിൽ വിശുദ്ധ തൃക്കൈയിൽ അപ്പമെടുത്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് നൽകിയവരോട് നിങ്ങൾ ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും ഇത് കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുന്ന എന്റെ ശരീരമാകുമെന്ന് അരുൾ ചെയ്തു. പ്രകാരം തന്നെ കാസായെടുത്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് തന്റെ ശിഷ്യന്മാർക്ക് നൽകിയവരോട് കടങ്ങളുടെ മോചനത്തിനും പാപപരിഹാരത്തിനും നിത്യജീവനു വേണ്ടി നിങ്ങളെല്ലാവരും ഇത് വാങ്ങി പാനം ചെയ്യുമെന്ന് അരുൾ ചെയ്തു. ഈ വിശുദ്ധ ദിവസം നിങ്ങൾ സംബന്ധിക്കുമ്പോഴെല്ലാം എന്റെ വരവരെ എന്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും നിങ്ങൾ അനുസ്മരിച്ചോളൂവെന്ന് അവരോട് കർത്താവ് മുൻകൂട്ടി കൽപ്പിച്ചു. ദോസേനോ ദാസരാകുന്ന ഞങ്ങൾ രക്ഷാകരമായ മനുഷ്യാവതാരത്തെ മുഴുവനായി ഭയങ്കരവും മഹനീയമായ നിന്റെ പുനരാഗമനത്തെ നോക്കുന്നു. ഇത് നിമിത്തം ഞങ്ങൾ പരിഭ്രമിക്കുകയും വിറക്കുകയും ചെയ്തുകൊണ്ട് നിന്നോടും നീ മുഖാന്തരം നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവേ ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് പശ്ചാത്താപത്തോടെ അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.
എന്റെ കർത്താവേ, എന്നോട് ഉത്തരമരുളി. ഉത്തമനേ, ദയവു തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ ശരീരമാക്കി തീർക്കുമാറാകട്ടെ. പരിശുദ്ധ ഈ കാത്താലിൽ കലർപ്പിനെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ രക്തമാക്കി തീർക്കുമാറാകട്ടെ. തിരുശരക്തം അനുഭവിക്കുന്നവരും സ്വർഗരാജ്യത്തിൽ അവകാശികളായി തീരണമേ. അവിടെ പുതിയ ജീവനിൽ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ അവർ ആനന്ദിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനത്തിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഓശോ നമ്മുടെ ദക്ഷന്മാരായിരുന്ന 4 പാവന ദൈവത്തിന്റെ വിശ്വങ്ങളെ വേച്ചു ഭരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്തിൽ നടത്തപ്പെട്ടു പോകുന്ന നമ്മുടെ പത്രക്കേശന്മാരായ ആബുൽമാർ ഇഗ്നാത്യോസിനു വേണ്ടി, ആബുൽമാർ ബെസേലിയോസിനു വേണ്ടി, ആബുൽമാർ ഗ്രിഗോറിയോസിനു വേണ്ടി, നമ്മുടെ മേൽപ്പുള്ളിക്കാരനായ ആബുൽമാർ ദിയോസ്കോറോസിനു വേണ്ടി, സത്യവിശ്വാസികളുടെ ശേഷമുള്ള സകല എപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടി മഹത്വവും ഭയങ്കരവും പരിശുദ്ധമായ ഈ സമയത്ത് ദൈവമായ താങ്കളുടെ നാമപേക്ഷ പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ ദിവ്യോപദേശങ്ങളുടെ പ്രകാശത്താൽ നിന്റെ സ്നേഹിതരെ പ്രകാശിപ്പിക്കണമേ. നല്ല കാലങ്ങളും ശാന്തവും സമാധാന സമൃദ്ധമായ ജീവിതവും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനത്തിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഓശോ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷകളിൽ നിന്ന് അകപ്പെട്ട് നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നവരെ രക്ഷിക്കും വേണ്ടിയും വേഗത്തിന്റെ അവരെ ദർശിക്കുന്നതിനു വേണ്ടിയും ഈ നാളും ഈ സമയത്തും ഞങ്ങൾ ഓർക്കുവാനായിട്ടും നിസ്സാരവും വലിയതുമായ ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധ സഭയുടെ മക്കളാവുന്ന വിശ്വാസിലായ എല്ലാവർക്കും അന്യോന്യം ഐക്യവർദ്ധി ഉണ്ടാവാനായിട്ടും അവർ സുഹൃത്തുമുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് പ്രാർത്ഥിക്കണം. കർത്താവേ, പീഡിതരെയും ക്ലേശിതരെയും പ്രയാസപ്പെടുന്നവരെയും ദുഃഖിതരെയും ദരിദ്രരെയും അഗതികളെയും പരദേശികളെയും നിരാശ്രയരെയും ബന്ധിതരെയും അടിമകളെയും വിധവകളെയും അനാഥരെയും നീ സംരക്ഷിച്ച് പുലർത്തണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഓശോ ദൈവത്തിന്റെ സഭകളെയും നേരാകളെയും സത്യവിശ്വാസത്തിൽ നിലനിർത്തി ഉറപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകല ഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവൻ സുഹൃത്തുമുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ശാന്തവും ആനന്ദകരമായ ജീവിതം തിരുമുമ്പാകെ നയിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളെ ഭരിക്കുന്നവരുടെ ദൃഷ്ടിയിൽ നിന്ന് ഞങ്ങൾക്ക് കരുണ ലഭിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനത്തിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും.
ഹോശോ വബുകുല ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്ന് ഭാഗ്യങ്ങൾ യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദൈവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ ദിവ്യന്മാരെയും പ്രസംഗക്കാരായ സ്നേഹന്മാരെയും ഹേമകേരസന്മാരെയും സാധ്യന്മാരെയും ഔദ്യാനന്മാരെയും ഭാഗ്യവാനും തന്റെ യജമാനന്റെ മുന്നോട്ടക്കാരനുമായ മാറി യോഹാനും മാതാനായും ഷമ്മാശന്മാരിൽ പ്രധാനിയും സഹദേന്മാരിൽ മുമ്പുമായ പരിശുദ്ധനും മഹത്വമുള്ളവനുമായ മാർ സേബാനോസിനെയും സ്നേഹന്മാരിൽ തലവന്മാരായ ഉന്നതപ്പെട്ട മാർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മാർ തോമാശ്ലീഹായെയും ശേഷം സകല ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നീതിപൂർവമായ പ്രവൃത്തികളാൽ നിന്നെ പ്രീതിപ്പെടുത്തിയിട്ടുള്ള പ്രാർത്ഥനയാലും അപേക്ഷയാലും അവരോട് ഒരുമിച്ചുള്ള അവകാശത്തിന് മോഹനിക്കും ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഓശോ വബുകുല വിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചവരായി ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടും കൂട്ടി നിന്റെ പ്രാവശ്യം ശ്രമിക്കുന്നവരെയും നിക്കായും സുന്ദിനോപോലിസിനും എഫേസ്യസിലും വെച്ചുണ്ടായ പിന്നത്തെയും പരിശുദ്ധങ്ങളുമായ പുരുഷനുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും അൽപ്പാന്മാരും ശ്രദ്ധിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും യെരൂശലേമിന്റെ ഒന്നാമത്തെ പ്രധാന ആചാര്യനും പുണ്യവാനും സ്നേഹായും സഹതായുമായ യാക്കോബും ഇഗ്നാത്യോസും ക്ലീമീസും ദിവനാസ്യോസും അദാനാസ്യോസും യൂലിയോസും ഡെസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്പോറോസും തീമോത്തിയോസും ഫീലക്സീനോസും മന്ദീമോസും നിയാവാനിസും വചനമായ ദൈവം ശരീരിയായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ മനുഷ്യാവതാരത്തെ കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നതഗോപുരവുമായ പ്രസിദ്ധനായ മാർ പൗലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിന്റെ വിശുദ്ധ സഭ മുഴുവന്റെയും വിവേകമുള്ള വായും തൂണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചിൽസ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവ് എല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ പാത്രീസ്മാ സേവ്യറിയോസും സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാബമായ യാക്കോബ് ദാനായും മാർ അപ്പേമും മാർ യാക്കോബും ഇസാഖും മാർ ബാലായും ദുഃഖിതന്മാരിൽ തലവനായ മാർ ബർസുമായും മാർ ശിമോൻ ക്രിസ്തുനിയും തെരഞ്ഞെടുക്കപ്പെട്ട മാർ ബഹായും എൽദോമാർ ബെസിലിയോസും മലക്രിയുടെ പരിശുദ്ധന്മാരായ പരിമലമാർ ഗ്രിഗോറിയോസും ഒട്ടശേഖമാർ വിന്യാസോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചുള്ളതും കുറ്റമില്ലാത്തതുമായ വിശ്വാസത്തെ പാലിച്ച് നിങ്ങൾക്ക് ഏൽപ്പിച്ചവരായി ഇവരുടെ മുഖം ഇവരോടുകൂടിയും ഇവർക്ക് ശേഷമുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. പരിശുദ്ധ സത്യവിശ്വാസമാകുന്ന പാറമേൽ ഞങ്ങളെല്ലാവരെയും കൃപയോടെ സ്ഥിരപ്പെടുത്തണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോ വബുകുല വിശ്രമിച്ചതിന്റെ അടുക്കൽ വന്നേരുന്നവരായ ഈ പരിശുദ്ധ മദ്വായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകലമനുഷ്യരെ ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെ അറിവുകളെ തന്നെ അടുക്കൽ എടുത്തുന്നായ നമ്മുടെ ദൈവമായ വിഷയയുടെ ധാരാളമായ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെയും അവരെയും തന്റെ സ്വർഗരാജ്യത്തിൽ ചേർത്തുള്ളവരായിട്ട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച്
അന്ധകാര സൈന്യങ്ങൾക്ക് പിടിക്കുവാൻ പാടില്ലാത്തവരാക്കി തീർക്കണമേ. ദുഷ്ടാത്മാക്കളുടെ ബന്ധനത്തിൽ നിന്നും അവരെ വിടുവിക്കണമേ. അതിവേദനകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും അവരെ രക്ഷിക്കണമേ. നിന്റെ ഏകജാതന പ്രകാശം ഞങ്ങളുടെ മേലും അവരുടെ മേലും ഉദിപ്പിക്കണമേ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവനും തന്നെ ശരണപ്പെടുന്നു. നിന്റെ മഹാകരുണയാൽ ഞങ്ങളെ ശ്രദ്ധിച്ച് ഞങ്ങളുടെ പരേതതി ന്യായവിധിയിൽ നിന്നും ദുഷ്ടന്മാർക്കുള്ള ദണ്ഡനങ്ങളിൽ നിന്നും രക്ഷിക്കണമേ. തന്മൂലം സകലത്തിനും ബഹുമാന്യവും വാഴ്ത്തപ്പെട്ടതുമായ തിരുനാമം ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായോടും നിന്റെ പരിശുദ്ധ റൂഹായോടും കൂടി സകലത്തിനും എന്ന പോലെ കൃപാന വഴിയായി മഹത്വപ്പെടുകയും പുകഴ്ത്തപ്പെടുകയും ചെയ്യുവാനിടയാകണമേ. ഓശോ വബുക്കുല സുബാലുവൽ മീൻ. ആമീൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹാവുന്ന ദൈവത്തിന്റെ കരുണ എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ആ
കർത്താവിനോട് ജന്മദിനവും വിവാഹവാർഷികവും ആചരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾക്കും സഹോദരി സഹോദരന്മാർക്കും വേണ്ടി ധാരാളമായ അനുഗ്രഹങ്ങൾ കരുണയിൽ യാചിച്ചു. വീണ്ടും അവർക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി സമാധാന ശാന്തിയും അവർ ജീവിക്കുന്നതിന് വേണ്ടി പ്രതിസന്ധികളും പ്രതികൂലങ്ങളും അവർ കാത്തുകൊള്ളപ്പെടുന്നതിന് വേണ്ടി ദൈവരാജ്യത്തിന്റെ അവകാശികളാകുന്നതിന് വേണ്ടി എല്ലായ്പ്പോഴും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. വലിയവനും ബലവാനുമാതേ, ഈ ദൈവീക നൽപരത്തിന് മനുഷ്യ സ്നേഹത്തോട് നീ ഞങ്ങളെ വിളിച്ചെടുപ്പിച്ചിരിക്കുന്നുവല്ലോ. ഇതുമൂലം പിതാവേ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, വിശുദ്ധ റൂഹായെ ഞങ്ങൾ വന്ദിക്കുന്നു, നിന്റെ ഏകപുത്രന്റെ കർത്തൃ പ്രാർത്ഥനയെ ചൊല്ലുകയും ചെയ്യുന്നു. സ്വർഗസ്ഥനും സർവാധിപതി വിശുദ്ധനുമായ ദൈവമാകുന്നു തന്നെ നിഷ്കളങ്ക മനസ്സോടും വിശുദ്ധ വിചാരത്തോടും പരമാർത്ഥതയുള്ള നാവോടും ശരീരമെടുപ്പോടും ആത്മധൈര്യത്തോടും കൂടി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന് ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഉത്തമനും കാരുണ്യവാനുമായ പിതാവേ, നിന്റെ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ ഞങ്ങളെ നീ അർഹരാക്കി തീർത്തുവല്ലോ. കഠിന പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ദുഷ്ടനിൽ നിന്നും അവന്റെ സകല ശക്തിയിൽ നിന്നും ദുഷ്ടന്മാരുടെ ഉപദ്രവത്തിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഓശോ വബുകുല നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അടയ്ക്കപ്പെട്ട ആയുഷ്രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പ് വീണ്ടും കരുണകളെത്താനും തലമിക്കണം. വലിയവനും സർവാധിപതിയുമായ രാജാവേ, നിന്റെ മേൽ അധികാരത്തിന്റെ ചെങ്കോലിൻ കീഴിൽ സകല സൃഷ്ടികളും മടങ്ങി നിൽക്കുന്നു. ഇപ്പോൾ തിരുമുമ്പാകത്തലവനിച്ചു നിൽക്കുന്ന നിന്റെ വിശുദ്ധ സഭയ്ക്ക് നിന്റെ അനുഗ്രഹങ്ങൾ ധാരാളമായി നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോ വബുകുല നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധവും മഹത്വമുള്ളതും സൃഷ്ടിയെല്ലാത്തും സാരാംശനായിരിക്കുന്നതുമായ വിശുദ്ധ തൃത്വത്തിന്റെ കൃപയും കരുണയും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഭയത്തോടും വിനയത്തോടും നാം സൂക്ഷിക്കണം. ഈ വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും നൽകപ്പെടുന്നു.
പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. തന്റെ വലിയ കഷ്ടാനുഭവങ്ങൾ മൂലം ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെ പൂർണ്ണമാകുന്ന ജീവനുള്ള ഏകപരിശുദ്ധരൂഹായ നമ്മോടുകൂടെ. കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്ന് വന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ.
ഫിലിപ്പോസ് മാർ തെയോഫിലോസ് മെത്രാപ്പൊലീത്തയുടെയും ഓർമ്മദിവസമാണ്. പ്രത്യേകിച്ച് 2 തിരുമേനിമാരെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ശക്തം നീതി അതിനാചാര്യന്മാരും മഹിമയൻ നയവാന്മാരും നിന്നഭിഷിക്ത മുഖം തിരിപ്പിക്കല്ലേ നിദാസൻ ദാവീദിൻ മൂലം. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യോ. എന്റെ കർത്താവേ, എന്നെ ഭക്ഷിപ്പാൻ എന്നെ യോഗ്യനാക്കണമേ. എന്റെ പരിശുദ്ധ ശരീരമാകുന്ന ഭക്ഷണം മൂലം എന്റെ ദുർഗുണങ്ങൾ ക്ഷയിച്ചു പോകുകയും എന്റെ ജീവനുള്ള നാസായാകുന്ന പാനീയത്താൽ എന്റെ ദ്രവ്യകാര്യങ്ങൾ ശ്രമിക്കുകയും ചെയ്യുമാറാകണമേ. എന്റെ കർത്താവ്, എന്റെ ദൈവമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപ
പരിശുദ്ധമായ തിരുവാരൂരം ചെയ്ത് വാഗ്ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ പരിശുദ്ധ ശരീരം ഭക്ഷിക്കുകയും പുണ്യപ്രദമായ രക്തം കുടിക്കുകയും ചെയ്തിരിക്കുന്നു. അത് ഞങ്ങൾക്ക് ന്യായവിധിക്കോ പ്രതികാരത്തിനോ ശിക്ഷയ്ക്കോ കുറ്റാരോപണത്തിനോ ആയി തീരാതെ ഞങ്ങളുടെ കർത്താവ് എന്നേക്കും ഞങ്ങളുടെ ദൈവമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ നിന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട പുനരുദ്ധാനത്തിനും പിന്നെ ഭയങ്കര സിംഹാസനത്തിനും ഭാവിയുള്ള മുഖപ്രസന്നയ്ക്കുമായി തീരണമേ. ആമേൻ. ഞങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെടുകയും നിന്റെ പരിശുദ്ധ ശരീരം ഞങ്ങളെ നീട്ടുകയും ഞങ്ങളെ കുളിപ്പിക്കുകയും ചെയ്ത് ഞങ്ങളുടെ ദൈവമായ ശിവശിയാന്റെ സ്നേഹത്തിൽ ഞങ്ങളെ സ്ഥിരപ്പെടുത്തുകയും നിന്നുള്ള ഭക്തിയോട് ഞങ്ങളെ നിറക്കുകയും നിന്റെ വിശ്വാസം ഞങ്ങളെ പുരസ്കരിക്കുകയും കുറ്റമില്ലാത്തവർ ഞങ്ങളെ അനുകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെയും ഞങ്ങളെ മരിച്ചുപോയവരുടെയും പാപങ്ങൾ മോചിക്കണമേ. ഞങ്ങൾ നിത്യമായ നിന്റെ ജനകനാം പിതാവ് ദൈവത്തെ നിന്റെ വിശുദ്ധരൂപമായി സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ആമേൻ. പാത്രം ഭക്ഷ
ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുത്ഥാനത്തിനും ഞങ്ങളുടെ വർഗത്തിന് നിത്യമായ പുതുക്കത്തിനും വേണ്ടി പരിപാലിക്കുന്നതുമായ ദൈവപുത്ര, പാപപരിഹാരം നൽകുന്ന നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസർക്ക് പാപപരിഹാരം ഇറങ്ങുമാറാകണമേ. ദൈവമായ കർത്താവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവും ദൈവമേ തിരുമുമ്പാകെയുള്ള നമുക്ക് പ്രസന്നതയ്ക്ക് വേണ്ടി വിലയേറിയതായ നിന്റെ തിരുശരീരങ്ങൾ അനുഭവിക്കുന്ന ഇതിന്റെ ആരാധകരുടെ സംഘത്തെ അദൃശ്യമായ നിന്റെ വലത്തെ നീട്ടി വാഴ്ത്തണമേ. നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹായ ദൈവത്തിന്റെ കരുണ ഈ വിശുദ്ധ ശരീരങ്ങൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇവ നൽകുന്നവരുടെ മേലും പരിശ്രമിച്ചവയിൽ സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ കരുണ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്നേക്കും ചൊരിയപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ, ഞങ്ങൾ ഭക്ഷിച്ച തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്ത തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്ക് പ്രതികാരത്തിന് കാരണമായി തീരരുതേ. എന്നാലോ ഞങ്ങളെല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഏകജാതന ശരീരങ്ങളാകുന്ന ദിവ്യദാനത്തിന് അയോഗ്യരായിരുന്ന ഞങ്ങളെ നീ യോഗ്യരാക്കി തീർത്തതിനാൽ നന്ദിയോടെ ഞങ്ങൾ നിന്റെ തിരുനാമത്തെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതൻ നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഓശോ ബബുകൂല സുബാലമീ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നൽകപ്പെട്ട വിശ്വരഹസ്യങ്ങൾ കൈക്കൊണ്ടതിനു ശേഷം വേണ്ട കരുണയുള്ള തലവണിക്കണം. ഞങ്ങളുടെ ദൈവമായ യേശുമിശിഹാ, നിന്റെയും നിന്റെ പിതാവിന്റെയും നിന്റെ പരിശുദ്ധാത്മാവിന്റെയും തിരുവിഷ്ണുപ്രകാരം ഞങ്ങൾക്ക് വേണ്ടി ബലിയായി നീ അർപ്പിക്കപ്പെടുകയും നിന്റെ വിശുദ്ധ ശരീരം ഞങ്ങൾക്ക് ഭക്ഷണമായി
പാപപരിഹാരപ്രദമായ രക്തം പാനീയമായി നൽകുകയും ചെയ്തു. നിന്റെ സ്നേഹത്തിൽ ഞങ്ങളെ സ്ഥിരപ്പെടുത്തണമേ. നിന്നോടുള്ള ഭയഭക്തി ഞങ്ങളിൽ നിറയ്ക്കണമേ. നിന്നിലുള്ള വിശ്വാസം ഞങ്ങളിൽ സ്ഥാപിക്കണമേ. സുഹൃത്ത നടപടികളാൽ ഞങ്ങളെ അലങ്കരിക്കണമേ. ഞങ്ങൾക്കും ഞങ്ങളുടെ മരിച്ചുപോയവർക്കും പാപമോചനം നൽകണമേ. ഞങ്ങൾ നിരന്തരം നിന്നെയും നിന്റെ ജനപിതാപിതാവാം ദൈവത്തെയും പരിശുദ്ധാത്മാവിനെയും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ ബബുകുല സുബാലവൽമീ പദമതിലമരും പരദാദേവ കൃപ നിറയും നിൻ തിരുനയനത്താൽ സൂക്ഷിക്കണമേ. ചേർത്തിടണമേ ഞങ്ങളെ ദിവ്യ ശ്രീബാതടലിൽ. താവക കൃപൈ പൂജക നിവഹി വർഷിക്കണമേ. കരുണമേ കരകളെയെല്ലാം തിരുസോപായ ഓർത്തിടരുതേ കർത്താവേ നീ ഞങ്ങളുടെ പിഴകൾ. ശോകം നിറയും ലോകനിവാസം വിട്ടുപിരിഞ്ഞോ കേകുക മോദം ശോഭനമാകും ശാശ്വതമേ. സഹോദരങ്ങളെ, കർത്താവിന്റെ പാപപരിഹാരം വെറുതെടുത്തുനിന്ന് പ്രാപിച്ചിരിക്കുന്ന യാത്രാ പ്രശ്നത്തോടും പരിഹാരം കൂടെ വിശുദ്ധ തൃത്വത്തിന്റെ കൃപയ്ക്കുണ്ടെങ്കിൽ നിങ്ങളെ ഞങ്ങൾ വരവേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനത്തോടെ പോവുകയും ദൂരസ്ഥരും സമീപസ്ഥരും ജീവനുള്ളവരും മരിച്ചുപോയവരും കർത്താവിന്റെ വലിയ രക്ഷിക്കപ്പെട്ടവരും വിശുദ്ധ മാമോദിസ സൂക്ഷ്മയാൽ ഉത്തരവാദിത്തപ്പെട്ടവരുമായി ഈ തൃത്വം നിങ്ങളുടെ കടങ്ങൾക്ക് പരിഹാരം നൽകും. നിങ്ങളുടെ തെറ്റുകൾ മോചിക്കും. നിങ്ങളുടെ വാങ്ങിപ്പുരുടെ ആത്മാക്കൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ഞാനോ ബലഹീനനും പാപിയുമായ ദാസനാകുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയാൽ സഹായകരണീയം പ്രാപിക്കാൻ സംഗതിയാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടെ പോകുകയും എന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയും. He restores my soul. He guides me in the paths of righteousness.